കേരളത്തിൽ 50% സ്കൂളുകളും മത സംഘടനകളുടെ നേതൃത്വത്തിൽ അവരുടെ ഫണ്ടിങ്ങിലൊക്കെ നടക്കുന്നതാണ്. അതിപ്പോൾ ഏത് മതമായാലും ഇതൊരു വലിയ വിഷയമാകാനുള്ള സാധ്യതയുണ്ട്. വലിയ തരത്തിലൊരു പ്രൊട്ടസ്റ്റ് വരികയും ചെയ്യും. അതിപ്പോൾ ക്രിസ്ത്യൻ ആയാലും മുസ്ലിം ആയാലും ഹിന്ദു സംഘടനകൾ നടത്തും അത് റിഫ്ലക്റ്റ് ചെയ്യുന്ന പ്രാർത്ഥനകളാണുള്ളത്. അത് പ്രാക്ടിക്കലായിട്ട് സർക്കാർ തീരുമാനം നടപ്പാക്കാൻ ഞങ്ങളൊരു പറ്റുമോ? തീരുമാനം എടുക്കാൻ വേണ്ടി പോകുന്നില്ല. സമൂഹത്തിൽ ചർച്ചയ്ക്ക് വേണ്ടി വിടുകയാണ്. നിരവധി കത്തുകൾ എനിക്ക് വരുന്നുണ്ട്. എൻ്റെ മകനെ കൊണ്ട് നിർബന്ധിച്ച് ഇത് പാടിപ്പിക്കുന്നു, എൻ്റെ മകളെ കൊണ്ട് നിർബന്ധിച്ച് ഇത് പാടിപ്പിക്കുന്നു, ഞങ്ങൾക്ക് ഇഷ്ടമില്ല. അതുകൊണ്ട് നിങ്ങളൊരു കോമൺ പിന്നെ പ്രാർത്ഥന എന്ന് പറയാൻ പറ്റില്ല, ഒരു കോമൺ പിന്നെ ഗാനം സ്കൂൾ ആരംഭിക്കുമ്പോൾ ആവശ്യമാണ് എന്ന നിലയിൽ പല കോണുകളിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ വരുന്നുണ്ട്. ശരിയാണ്. അപ്പോൾ സർക്കാർ അങ്ങനെ ഒരു നിർദ്ദേശം കൊടുക്കും, ഇതൊന്ന് പരിശോധിക്കണം. നിർദ്ദേശമൊന്നും കൊടുക്കുന്നില്ല. ഞാൻ എൻ്റെ ഒരു അഭിപ്രായ പ്രകടനം നടത്തുകയാണ്. സമൂഹം ചർച്ച ചെയ്യട്ടെ അത് എങ്ങനെ വേണമെന്ന് സംബന്ധിച്ചിടത്തോളം. അങ്ങനെ പൊതുവിൽ സമൂഹം ചർച്ച ചെയ്താൽ എല്ലാ സ്കൂളുകളിലും ഒരേ പിന്നെ NSSൻ്റെ ഗാനം പാടുന്ന പോലെ ഒരു പാട്ട് കുട്ടികൾക്ക് രാവിലെയും വൈകുന്നേരം പാടുന്നതിന് വേണ്ടിയുള്ളൊരു പാട്ട് തയ്യാറാക്കുന്നതിന് ഗവൺമെൻറ് ഇതിലില്ല. ഇപ്പോൾ സൂംബയുടെ വിഷയം പറഞ്ഞ പോലെ തന്നെ ഇപ്പം മിനിസ്റ്റർ പറഞ്ഞത് നമ്മളൊരു വിട്ടുവീഴ്ച നമ്മൾ ഇതിനകത്ത് കാണിക്കുന്നില്ല. ഇതൊരു ജെൻഡർ ന്യൂട്രാലിറ്റിയുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ജെൻഡർ ന്യൂട്രൽ യൂണിഫോമായിട്ട് ബന്ധപ്പെട്ട് പക്ഷേ ഉയർത്തിയ സമ്മർദ്ദങ്ങൾക്ക് സർക്കാരിന് വഴങ്ങേണ്ടി വന്നില്ലേ? അല്ല, അങ്ങനെ പിൻവാങ്ങിയിട്ടില്ല. പിന്നെ അതായത് യൂണിഫോം നിശ്ചയിക്കേണ്ടതിന് ഒരു പ്രോട്ടോക്കോളുണ്ട്. സ്കൂളിലെ PTA, പാരൻറ്റ് ടീച്ചേഴ്സിൻ്റെ അസോസിയേഷൻ, പിന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം, ഇതടങ്ങിയ ഒരു കമ്മിറ്റിയുണ്ട്. ആ കമ്മിറ്റി നിശ്ചയിക്കാം, അല്ല വിഡ്രോ ചെയ്തല്ല. അതായത് ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന കാര്യത്തിനകത്ത് സർക്കാർ പിന്നോട്ട് പോയിട്ടില്ല. കുട്ടികൾക്ക് ഓരോ സ്കൂളിലെയും അധികാരികളെന്ന് പറഞ്ഞാൽ ലോക്കൽ ബോഡീസാണ്, PTA ആണ്, അതുപോലെ തന്നെ കുട്ടികളാണ്. അവരൊരുമിച്ച് കൂടിയിരുന്ന യോഗത്തിൽ അവർക്ക് തീരുമാനിക്കാം ഏത് വേഷം വേണമെന്ന് തീരുമാനിക്കാം. അപ്പോൾ അതൊരു അവരുടെയും കൂടെ അഭിപ്രായം മാനിച്ചുകൊണ്ട് തീരുമാനിക്കാമല്ലോ. A എന്ന് പറഞ്ഞ സ്കൂളിലെ യൂണിഫോം ആയിരിക്കുമല്ലോ B എന്ന് പറഞ്ഞ സ്കൂളിലെ യൂണിഫോം. അപ്പോൾ അതിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ സ്കൂൾ യൂണിഫോമിനെ സംബന്ധിച്ചിടത്തോളം, അക്കാഡമിക് കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം, പിന്നെ സ്കൂൾ നടത്തിപ്പിനെ സംബന്ധിച്ചിടത്തോളം, വിദ്യാഭ്യാസ സ്ഥാപനത്തെ നടത്തിപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒന്നും അതൊക്കെ ഒരു തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ് ഉണ്ടല്ലോ. ആ ഗവൺമെൻറ് ആ കാര്യങ്ങൾ ചെയ്യും. ആ ചെയ്യുന്ന കാര്യത്തിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ പിന്നെ സമീപിച്ചാൽ അല്ലെങ്കിൽ രേഖാമൂലം സംശയം എഴുതന്നാൽ സംശയം ദൂരീകരിക്കുന്നതിനുള്ള നടപടി ഞങ്ങൾ സ്വീകരിക്കും. മിനിസ്റ്റർ, ഇതിപ്പോൾ ഈ സൂംബയുടെ വിഷയം വന്നപ്പോൾ അതൊരു വിഭാഗത്തിൽ നിന്നാണ് വന്നത്. ഇപ്പോൾ വിസ്റ്റം അടക്കമുള്ളവർ പറഞ്ഞത് അത് ഒരു മതവിശ്വാസമായിട്ട് ബന്ധപ്പെട്ട് മറുഭാഗത്തെന്നും പറഞ്ഞു. അതായത് യോഗ പരിശീലകരെ അടക്കം ഒഴിവാക്കാനുള്ള പരിപാടിയാണ്, ഇതിനകത്ത് ഈ വിദേശ ഉൽപ്പന്നങ്ങൾ കൊണ്ടുവരികയാണ് എന്ന് പറഞ്ഞ് രണ്ട് ഭാഗത്തുനിന്നും സംഘപരിവാറിൻ്റെ ഭാഗത്തുനിന്നും ആ വിഷയം യോഗയൊന്നും ഒഴിവാക്കുന്ന പ്രശ്നമേ ഇല്ല. ഇപ്പോൾ ഞങ്ങൾ തന്നെ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിലുള്ള ഒരു സ്ഥാപനമുണ്ട്. സ്ഥാപനത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഒരു സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ്. ആ സ്ഥാപനം പിന്നെ യോഗ കോഴ്സ് നടത്തുന്നുണ്ട്. കേരളത്തിലെ എല്ലാ വിദ്യാലയങ്ങളിലും ഈ സൂംബ മാത്രമല്ല അവസാനമായി നടത്തുന്നത്. അത് നടത്തുന്ന 8 or 10 ഇനങ്ങളിൽ ഒന്ന് മാത്രമാണ് സൂംബ. പിന്നെ ഇതിൽ ഓരോന്നിനും ഓരോ താല്പര്യമുള്ള കുട്ടികളുണ്ടാവുമല്ലോ. ഇപ്പോൾ ഗ്രൂപ്പായിട്ട് നിന്ന് പാടി പിന്നെ നൃത്തം ചെയ്യുന്നതും പിന്നെ യോഗ ഒറ്റയ്ക്ക് നിന്ന് കാര്യങ്ങൾ ചെയ്യുന്നതും ഓരോരുത്തർക്കും ഓരോ താല്പര്യമാണല്ലോ. താല്പര്യം അനുസരിച്ച് അവർക്ക് ചേരാൻ കുട്ടികൾക്ക്. നമുക്കിപ്പോൾ ഒരു കുറവെന്ന് വെച്ചാൽ കുറച്ച് അധ്യാപകരുടെ കുറവുണ്ട് സ്പോർട്സിൻ്റെ. അത് നികത്താൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ്. പിന്നെ എല്ലാ സ്കൂളുകളിലും 14,000-ഓളം വരുന്ന സ്കൂളുണ്ട്. എല്ലാ സ്കൂളുകളിലും ഇതിന് താല്പര്യമുള്ള 1 or 2 ടീച്ചർമാർ ഉണ്ടാവും. അവർ ട്രെയിനിങ് കിട്ടിയതായിരിക്കും. അപ്പോൾ അതിൽ അങ്ങനെയൊന്നും പിന്നെ ഇതിനെ നമ്മുടെ യോഗ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പിന്നെ കേരള ഗവൺമെൻറ്റുമാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ തെറ്റായിട്ടൊരു അവകാശവാദം ഏറ്റെടുക്കാൻ ആരും വരേണ്ടതായിരിക്കും. സൂംബ എതിർത്തോന്ന് 2 പോയിന്റ് പറഞ്ഞിരുന്നു. മന്ത്രിയോട് തന്നെ ചോദിച്ചത് ആൾക്കാർക്ക് ക്ലിയർ ആവുമെന്ന് വിചാരിച്ചിട്ടാണ് ചോദിക്കുന്നത്. ഒന്ന്, ലഹരിക്ക് എതിരായിട്ടുള്ള ഒരു പ്രതിരോധം എന്ന മട്ടിൽ സൂംബ കൊണ്ടുവരുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിക്കുന്നു. രണ്ടാമത്, ഈ ഡാൻസ് കളിച്ച് കഴിയുമ്പോൾ ഈ കുട്ടികളൊക്കെ അടുത്തത് പോകാൻ പോകുന്ന DJ പാർട്ടിയിലേക്കായിരിക്കും. ഇതാണ് ഈ പ്രകടമാകുന്ന ആശങ്കയ്ക്ക് യാതൊരു അടിസ്ഥാനവുമില്ല. അതെല്ലാം ഒരു അവകാശവാദം ഉന്നയിച്ച് ഇതിൻ്റെ ഒരു ഭംഗി കെടുത്തുന്നതിന് വേണ്ടിയുള്ള കാര്യം മാത്രമേ ഉള്ളൂ. നമുക്ക് പിന്നെ ഇതിലൊരു മാസ് ഡ്രിൽ എന്നുള്ള നിലയിൽ മാത്രമേ നമ്മളിതിനെ കണ്ടിട്ടുള്ളൂ.
മാസമായിട്ട് കുട്ടികൾ നിന്നിട്ടില്ല. ഇപ്പം നമുക്ക് തന്നെ ഈ ഇതൊരു SCRT നിയോഗിച്ച ഒരു കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരമാണ് ഞങ്ങൾ ചെയ്യുന്നത്. ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഒറ്റയ്ക്കൊരു കുട്ടി ചെയ്യുന്നതിനേക്കാൾ മാസമായിട്ടൊരു പിന്നെ കുട്ടികൾ ചെയ്യുമ്പോൾ അവർ കുറച്ചുകൂടെ ഇൻട്രസ്റ്റഡ് ആയി വരും ഏത് ഇനമായിരുന്നാലും. അല്ലാതെ പിന്നെ വിദേശത്തുള്ള സൂംബ ഇവിടെ കൊണ്ട് സ്ഥാപിക്കാനും സ്വദേശത്തുള്ള യോഗ അടിച്ചു കളയാനുള്ള ശ്രമത്തിലല്ല, എല്ലാത്തിനും തുല്യ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഈ ഡാൻസ് കളിച്ച സ്കൂളിൽ പിന്നെ DJ പാർട്ടി നടക്കും, അതാണ് ഇടത് സർക്കാർ എന്നൊക്കെയാണ് ഇവർ പറഞ്ഞുകൊണ്ടൊക്കെ ഇരുന്നത്. അത് അവർ സ്വാഭാവികമായിട്ട് പിന്നെ വരുന്ന ഒരു പ്രതിപക്ഷ വിമർശനമായിട്ട് മാത്രം. അല്ല, ഈ പ്രതിപക്ഷത്തിന്റെ വിമർശനം ഉണ്ട് എന്ന് തോന്നുന്നില്ലേ വിഷയത്തിൽ? പ്രതിപക്ഷം കുറച്ചും കൂടെ സർക്കാരിന് അനുകൂലമായിട്ടല്ലേ പ്രതിപക്ഷം ഇന്നത്തെ നിലപാടെടുത്തത് അല്ലേ? പ്രതിപക്ഷം അങ്ങനെ തന്നെ നിലപാടെടുത്തത്. ഞാൻ പറഞ്ഞ ഈ വിമർശനം വെച്ചത് ഒരു പ്രതിപക്ഷ മനോഭാവത്തോടുകൂടിയുള്ള വിമർശനം എന്നുള്ള നിലയിലും അല്ല. അങ്ങനെ നമ്മുടെ കേരളത്തിലെ ഏതെങ്കിലും സ്കൂളുകൾ DJ പാർട്ടി നടക്കും? നമ്മുടെ കേരളത്തിലെ ഈ പ്രാവശ്യം സ്കൂൾ അവസാന ദിവസം ഞങ്ങളൊരു സർക്കുലർ ഇറക്കി, നിങ്ങളാരും ശ്രദ്ധിച്ചിട്ടില്ല, പക്ഷേ പത്രങ്ങളെ കുറച്ച് വന്നിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ഡേ സാറിന് കൊടുത്തിരുന്നു, ഒന്നും നടന്നില്ല. അപ്പം അങ്ങനെ വളരെ നമ്മൾ ജാഗ്രതയോട് കാണണം. ജാഗ്രതയോട് കണ്ടില്ലെങ്കിൽ പല കാര്യങ്ങളും നടക്കും. ഇപ്പോൾ ഒരു DJ പാർട്ടി നടക്കണം, സ്കൂളിലെ പിന്നെ ആരെങ്കിലും അറിയാതെ നടക്കും അവിടെ. അതിലത്തേക്കൊന്നും നമ്മൾ ഈ ഒരു നല്ല വഴിയിലെത്തേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ അതിനെ തെറ്റായ ഒരു വഴിയിലെത്തേക്ക് വിടേണ്ട ഒരു കാര്യമില്ല. അതുണ്ടെങ്കിൽ മാത്രം ആ സമയം ചർച്ച ചെയ്താൽ മതിയല്ലോ. ഉണ്ടാവാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമില്ലല്ലോ. വിദ്യാഭ്യാസ വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രി എന്നതിനപ്പുറത്തേക്ക് വി ശിവൻകുട്ടി എന്ന ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ കൂടി ഇതിനകത്തുണ്ട്. അത് ഇടത് സർക്കാരിനെ സംബന്ധിച്ചോളം, മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ചോളം അത് പൂർണ്ണമായിട്ട് അത് അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു പൂർണ്ണ പിന്തുണ കൂടി താങ്കൾക്കുണ്ട് സർക്കാരിൻ്റെ ഭാഗം. മുഖ്യമന്ത്രി നമ്മുടെ പൊതുവിദ്യാഭ്യാസത്തെ 1 മുതൽ 12 വരെയുള്ള പൊതുവിദ്യാഭ്യാസത്തെ അങ്ങേറ്റം പ്രാധാന്യം കൊടുക്കുകയാണ്. ലഹരിയുടെ കാര്യത്തിൽ മുഖ്യമന്ത്രി അങ്ങേറ്റത്തെ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ലഹരിയുടെ കാര്യമൊക്കെ ഇട്ട പരിപാടി നടന്നില്ലെങ്കിൽ, അതിൻ്റെ പ്രവർത്തനം നടന്നില്ലെങ്കിൽ മുഖ്യമന്ത്രി ദേഷ്യം വരും. പ്രൈമറി നിങ്ങളിപ്പോൾ ചെന്നുകൊണ്ടെങ്കിൽ ടെലിവിഷൻ ചാനലാണല്ലോ, പ്രൈമറി കുട്ടികളുടെ പ്രശ്നം, പ്രൈമറി സ്കൂളിലെ കുട്ടികളുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു നോക്കെ, കൃത്യം പറഞ്ഞിരിക്കും. ഇപ്പോൾ 1 മുതൽ 12 വരെയുള്ള ക്ലാസ്സിലെ കുട്ടികളാണ് വളർന്ന് വന്ന് രാജ്യത്തിൻ്റെ ഭാവി തലമുറ ആവേണ്ടതെന്നുള്ള നല്ല ബോധ്യം മുഖ്യമന്ത്രിക്കുണ്ട്. എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ, കുറച്ച് കൂടുതലാണ് മുഖ്യമന്ത്രിക്ക്. അതുകൊണ്ട് തന്നെ എല്ലാ പിന്തുണയും അദ്ദേഹം നൽകുന്നുണ്ട്. ഈ സൂംബയിലൊന്നും ഒരു വിട്ടുവീഴ്ചയും വേണ്ട എന്ന നിലപാട് തന്നെയാണോ മുഖ്യമന്ത്രി ഗവൺമെൻറ് എടുത്ത നിലപാടിൽ നിന്ന് മാറാൻ? മുഖ്യമന്ത്രി പരസ്യമായി പറഞ്ഞതാണല്ലോ. അതിൽ ഒരു തെറ്റായ ഒന്നും കാണുന്നില്ലല്ലോ. തെറ്റായ കാണാത്ത സാഹചര്യത്തോടുകൂടി നമ്മൾ മാറേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ ഓരോ സംഘടനകളും കേരളത്തിൽ അത് വേണം ഇത് വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നവൻ ഒരു ഗവൺമെൻറ് ഉണ്ടാവുമോ? നാളെ ഇത് ഇപ്പോൾ ഒരു വ്യക്തി വ്യക്തമാക്കി, നാളെ വേറൊരു കൂട്ട് പറയേണ്ട യോഗ നടത്താൻ വേണ്ടി പറ്റില്ല ഇവിടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതൊക്കെ തീരുമാനിക്കാനാണ് ജനങ്ങൾ വോട്ട് ചെയ്ത ഗവൺമെൻറ്റിനോടുള്ളത്. അപ്പോൾ കഴിഞ്ഞ ദിവസം എന്നോട് ആരോ ഒരു പത്രക്കാർ ഇന്നലെ വിളിച്ച് ചോദിച്ചു, ആ പറഞ്ഞ വ്യക്തിയെ നടപടിയെടുക്കാൻ വേണ്ടി പോവുകയാണ്. കേരളത്തിലെ സർക്കാർ ജീവനക്കാർ എങ്ങനെ പ്രവർത്തിക്കണം എന്നെ സംബന്ധിച്ചിടത്തോളം നിയമമുണ്ടല്ലോ. ആ നിയമം ലംഘിച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും വ്യക്തിക്ക് പിന്നെ എക്സംഷൻ കൊടുക്കാൻ പറ്റുമോ? അതൊരു രീതിയുണ്ട്. ഇപ്പം എയ്ഡഡ് മാനേജ്മെൻ്റ് ആണെങ്കിൽ ആദ്യം പിന്നെ നടപടി സ്വീകരിക്കേണ്ടത് മാനേജറാണ്, സ്കൂൾ മാനേജറാണ്, ഞങ്ങളല്ല. അതിനുശേഷമാണ് ആ മാനേജ്മെൻറ്റ് സ്കൂൾ നടപടി സ്വീകരിച്ച് നമ്മൾ അറിയിക്കേണ്ടത്. ഒരു ഗവൺമെൻറ് സ്ഥാപനത്തിൽ ആർക്കും എന്തുവാവാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറ്റില്ലല്ലോ. ഈ നടപടിക്കായ മാത്രമുള്ള കാര്യങ്ങളൊന്നും പോസ്റ്റിനകത്ത് ഇല്ല എന്നായിരുന്നു വിസ്ഡം ഇന്നലെയൊക്കെ അവരുടെ ഗവൺമെൻറ്റിനെ വെല്ലുവിളിക്കാൻ പാടില്ല. ഈ ഗവൺമെൻറ് ഇനിയിപ്പോൾ എന്ത് ചെയ്താലും ഞാൻ എൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. ഗവൺമെൻറ് നിലപാട് നമ്മൾ ഇപ്പോൾ ഗവൺമെൻറ് നിലപാടുകൾ പിന്നെ പരസ്യമായിട്ട് പറയാൻ പാടില്ലെന്നുള്ളതാണല്ലോ നമ്മുടെ ഗവൺമെൻറ് നിലപാട്. അത് മാനേജ്മെൻറ്റ് എന്താ തീരുമാനിച്ചോളട്ടെ.